ദേവീ ദേവന്മാരുടെയും ഭാരതാംബയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കാൻ പോകുന്നു. ഹൈക്കോടതിയാണ് ഈ ഒരു തീരുമാനം വന്നത്. ഈ ഒരു പരാതി കൊടുത്തത്, അതായത് ദൈവനാമത്തിന് പകരം ദൃഢപ്രതിജ്ഞയ്ക്ക് പകരം നമ്മളുടെ BJP 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ദേവീ ദേവന്മാരുടെയും ഭാരതാംബയുടെയും പേരിലാണ്. ഇത് നമ്മുടെ നിയമപ്രകാരം നോക്കുവാണെങ്കിൽ, ഭരണഘടനാ പ്രകാരം നോക്കുവാണെങ്കിൽ ഈ സത്യപ്രതിജ്ഞ അസാധുവാണ്. ഇത് പരാതി കൊടുത്തത് മറ്റാരുമല്ല, CPM പാർലമെന്ററി പാർട്ടി ലീഡർ CP ദീപക് ആണ്. അദ്ദേഹം കൊടുത്ത പരാതിയിലാണ് ഇത് കേസ് വന്നിരിക്കുന്നത്. പക്ഷെ പ്രശ്നം അതല്ല. നമ്മളിവിടെ CP ദീപകിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ തന്നെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുടെ വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. യഥാവിധിയും വിശ്വസ്തയോടും കൂടി എന്റെ പരമാവധി കഴിവും ആർവവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് കാവലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഭഗവത് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. വീഡിയോ കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ദൈവനാമത്തിനും ദൃഢപ്രതിജ്ഞയ്ക്കും പകരം ശിവൻ, അതേപോലെ മഹാദേവി, അതേപോലെ പല 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 ദേവികളുടെയും ദേവന്മാരുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത, അയ്യപ്പൻ ഉൾപ്പെടെയുള്ള പല ദേവന്മാരുടെ ദേവികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് നിങ്ങൾ കണ്ടത്. ഇത് തെറ്റാണ്, ഇത് വർഗീയതയാണെന്നാണ് നമ്മളുടെ CP ദീപക് പറയുന്നതെങ്കിൽ 2021 പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ കയറി വന്ന, അതായത് നിയമസഭയില് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ P. അബ്ദുൾ ഹമീദ് എന്ന മുസ്ലിം ലീഗിന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്തെന്ന് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? വീഡിയോയിലേക്ക്. അബ്ദുൾ ഹമീദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാച്യമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. കണ്ടല്ലോ, അത് സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. അപ്പോൾ ഈ CP ദീപക് എവിടെയായിരുന്നു? അപ്പോൾ അള്ളാഹു പ്രശ്നമല്ല, പരമശിവൻ, അയ്യപ്പൻ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, ഇതുപോലെയുള്ള ഭാരതാംബ, ഇതാണ് ഇവർക്ക് പ്രശ്നം. CPM-കാര് അന്ന് പറയുമ്പോൾ ഭരിക്കുന്നത് CPM-കാര് കൂടിയാണ്. നമ്മളുടെ ഇപ്പോൾ കാണിച്ചിരുന്ന ഈ ഒരു വിഷ്വൽസിൽ, വീഡിയോയിൽ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും മുൻപന്തിയിൽ ഇരിക്കെയാണ് P. അബ്ദുൾ ഹമീദ് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് എതിർക്കാൻ പിണറായി വിജയൻ എതിർത്തില്ല, CPM-കാരിൽ ഒരാൾ എതിർത്തില്ല, കോൺഗ്രസ് പിന്നെ അന്ന് എതിർക്കുകയില്ലല്ലോ. പക്ഷെ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPM-കാരൻ, ഒരു CPM-കാരൻ, അത് CP ദീപക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിലെ കമന്റിൽ വന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ദേവന്റെയും ദേവിയുടെയും നാമത്തിലല്ല സത്യപ്രതിജ്ഞ. ശരിയാണ്, നമ്മുടെ ഭരണഘടന പ്രകാരം നമുക്ക് ദൃഢപ്രതിജ്ഞയോ അല്ലെങ്കിൽ ദൈവനാമത്തിലോ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്പെട്ട ദേവന്റെ പേരിൽ നമുക്ക് ഒരിക്കലും സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. അതായത് അടുത്ത ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരുങ്ങുകയാണ്. അതിൽ പോലും ഈ CP ദീപക് ഇപ്പോൾ തടസ്സം വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ V. ശിവൻകുട്ടി പറഞ്ഞ വാക്കുണ്ട്, ഇപ്പോൾ ഈ 20 കൗൺസിലർമാര് അധികാരത്തിൽ കയറിയിട്ട് നടപ്പാക്കിയ പദ്ധതികളെല്ലാം റദ്ദാക്കണമെന്നാണ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ, അതായത് ഈ പറയുന്ന V. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന അതേ നിയമസഭയിൽ വെച്ചിട്ടാണ് ഈ P. അബ്ദുൾ ഹമീദ് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത P. അബ്ദുൾ ഹമീദ് എന്തെങ്കിലും പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് എന്തുകൊണ്ടാണ് ഇവർ ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ ഇവിടെ പ്രശ്നം അള്ളാഹു ആണോ അതോ പരമശിവനും ഹിന്ദുക്കളുടെ ദൈവങ്ങളാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒരിക്കലും കോടതിയുടെ വിധിയെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ല. കാരണം ഇവിടെ പരാതിക്കാരന്റെ ഹർജിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. പരാതിക്കാരൻ ഒരു CPM പ്രവർത്തകനാണ്, അതേപോലെ പാർട്ടി ലീഡറാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന സ്ഥിതിക്ക്
അന്നത്തെ അതായത് 2021 പിണറായി വിജയൻ ഇവിടെ ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് LDF സർക്കാർ 2.0 ഭരണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് ഇവരെന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല? ഇനി അതിന്റെ അടിയിലെ കമന്റ് ബോക്സ് തന്നെ നമുക്ക് നോക്കാം. അതായത് പി അബ്ദുൽ ഹമീദ് അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് എടുത്ത് ചൂണ്ടിക്കാണിച്ചത് മനോരമ ന്യൂസ് ആണ്. മനോരമ ന്യൂസ് ചാനലിൽ താഴത്തെ കോമന്റ് സെക്ഷനിൽ വന്ന കമന്റ് ഉണ്ട്. അത് അയാളുടെ സ്വതന്ത്രമായ അഭിപ്രായമല്ലേ എന്നാണ് ന്യായീകരണ തൊഴിലാളികൾ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത്. അത് അവരുടെ സ്വതന്ത്രമായ തീരുമാനമാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ പറയുന്നത് സ്വതന്ത്രമായ തീരുമാനമല്ലേ? അതുകൊണ്ട് ഇത് മാത്രം വർഗീയതയാവുന്നു. അത് വർഗീയതയല്ല, ഇത് വർഗീയതയാണ്. പക്ഷേ ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഈ രണ്ട് സത്യപ്രതിജ്ഞയും അസാധുവാണ്. കാരണം അല്ലാഹുവിന്റെ നാമത്തിലും യേശുക്രിസ്തുവിന്റെ നാമത്തിലും ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും അസാധു തന്നെയാണ്. നമ്മുടെ ഭരണഘടന പ്രകാരം വിജയിച്ചു വരുന്ന ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ദൈവനാമത്തിലോ, വിശ്വാസികളാണെങ്കിൽ അവർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഇനി വിശ്വാസികളല്ല എന്നുണ്ടെങ്കിൽ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു എന്നാണ് അവർ പറയേണ്ടത്. പക്ഷെ ഇത് രണ്ടും അല്ലാതെ അതിലേക്ക് മതം കുത്തി കയറ്റുന്ന ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ആണെങ്കിലും അതെല്ലാം അസാധുവാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് CPM-കാരുടെ പ്രീണനത്തിന്റെ ഫലമാണോ? ഇപ്പോൾ അള്ളാഹുവിന്റെ മാത്രം എടുത്ത് പറയുന്നില്ല, ഇവരുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് സംസാരിക്കുമ്പോൾ ഇതിൽ ശരിക്കും വർഗീയത പറയുന്നത് ആരാണ്? ഇവിടെ വർഗീയത കാണിക്കുന്നത് ആരാണ്? വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ തന്നെയുണ്ട്. ഈ 20 കൗൺസിലർമാർ നടപ്പാക്കിയ പദ്ധതികളെല്ലാം കാറ്റിൽ പറത്തണം, റദ്ദാക്കണമെന്ന്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? ഈ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അന്ന് ഇഫ്താർ വിരുന്നിൽ SDPയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിനപ്പോൾ വലിയ വിവാദമായതായിരുന്നു. ഇതെല്ലാം പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ഇതൊരു പൊളിറ്റിക്സിന്റെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു രാഷ്ട്രീയ കളി തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും കോടതിയുടെ വിധി പ്രകാരം ഇനി മറ്റൊരു സത്യപ്രതിജ്ഞ ഇവർ ചെയ്യേണ്ടി വരും. അത് ദൃഢപ്രതിജ്ഞയോ അല്ലെങ്കിൽ ദൈവനാമത്തിലോ ആയിരിക്കണം എന്ന് മാത്രം. എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് വരും ദിവസം നമുക്കറിയാം ഇവർ ദൈവനാമത്തിലാണോ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്, ദൃഢപ്രതിജ്ഞ ആയിട്ടാണോ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.